മാപ്പ് പറ. തല്ലിയിട്ടാണോ മാപ്പ്? എനിക്ക് ക്ഷമിക്കാനൊന്നും പറ്റില്ല. നിങ്ങളെല്ലാരും പകുതി കാര്യങ്ങളെ അറിഞ്ഞിട്ടുള്ളൂ. നമ്മൾ തല്ലിയത് അതിനു മാത്രമൊന്നും അല്ല. പിന്നെ രേഖ ഗർഭിണിയായിട്ടും നമ്മൾ ഗർഭിണിയാകാത്തത് നമുക്കെന്തോ ബാധയുടെ കുഴപ്പമുള്ളതുകൊണ്ടാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാ നമ്മുടെ ആദ്യത്തെ കുഞ്ഞ് നഷ്ടപ്പെട്ടതെന്നും. അത് മാത്രല്ല, നമുക്കൊരു കുഞ്ഞുണ്ടാവാത്തത് എന്റെ ഭർത്താവും ഈ കുടുംബവും എന്തൊക്കെയോ വലിയ തെറ്റുകൾ ചെയ്തത് കൊണ്ടാണെന്നും പറഞ്ഞു. നീ കള്ളം പറയരുത്. ഞങ്ങൾ എപ്പോഴും നിന്നോട് അങ്ങനെ പറഞ്ഞത്. പിന്നെ ഞങ്ങൾക്കൊരു കുഞ്ഞു പിറന്നില്ലെങ്കിൽ ഈ കൊട്ടാരം പോലത്തെ വീടൊക്കെ രേഖയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനാണെന്നും പറഞ്ഞു. ശ്രീലക്ഷ്മി, നീ ഇങ്ങനെ നുണ പറയരുത്. ഇതൊന്നും ഞങ്ങൾ അറിയാത്ത കാര്യങ്ങളാ. ഇനി ഇവര് നമ്മളോട് പറഞ്ഞതൊന്നും നിങ്ങളുടെ മുന്നിൽ പറയാൻ പറ്റുന്നതല്ല. അതിന് നമ്മുടെ സംസ്കാരം സമ്മതിക്കുന്നില്ല. വേറെ എല്ലാം നമ്മൾ സഹിക്കും, ക്ഷമിക്കും. നമ്മുടെ ഭർത്താവായ ഈ മനുഷ്യനെയും ഈ കുടുംബത്തെയും പറഞ്ഞത് മാത്രം നമ്മൾ ക്ഷമിക്കില്ല. അതാ നമ്മൾ പോലും അറിയാതെ അടിച്ചുപോയത്. ഇനി അമ്മ പറയൂ, നമ്മൾ മാപ്പ് പറയണോ? മധുരല്ലോ, ഇവള് പറയുന്നതൊക്കെ മതി. ശ്രീലക്ഷ്മി ആയതുകൊണ്ടാ ഒരടിയിൽ നിർത്തിയത്. ഇവളൊരു പാവമായിപ്പോയി. ഇനി ഇമാതിരി വേഷം കെട്ടുകൊണ്ട് ഇറങ്ങിയാൽ സ്വയം ഇറങ്ങി പോകേണ്ടി വരില്ല, പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളും ഗർഭിണിയാണോ എന്തോ? അല്ല, ഈ ദേഷ്യമല്ലേ ഗർഭിണിയാവുമ്പോഴുള്ള നിങ്ങളുടെ അടയാളം. ആ പരിശോധനാ സാധനം മിച്ചമുണ്ടെങ്കിലേ ഒന്ന് പരിശോധിച്ച് ഉറപ്പിക്കുന്നത് നല്ലതാ. അമ്മ ഉറങ്ങുന്നില്ലേ? ഈ രാത്രി
എത്ര ഉറങ്ങാൻ ശ്രമിച്ചാലും എന്നെ കൊണ്ടതിന് സാധിക്കില്ല. എന്റെ ഈ പ്രായത്തിനിടയ്ക്ക് ആദ്യമായിട്ടാ ഒരാൾ എന്റെ നേരെ കൈ പൊക്കുന്നതും എന്നെ തല്ലുന്നതും. അതിനുള്ളത് തിരിച്ചു കൊടുക്കാതെ രാജലക്ഷ്മിക്ക് ഇനി ഉറക്കമില്ല. അതമ്മയ്ക്ക് ഈ അനുഭവം ആദ്യം ആയതുകൊണ്ടാ. എനിക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അവളുടെ കയ്യിൽ നിന്ന് കിട്ടിയ അതിരിപ്പതാ. എന്റെ അമ്മേ, ഒരു മൂളലല്ലാതെ കുറച്ചു നേരത്തേക്ക് വേറെ ഒന്നും കേൾക്കാനേ പറ്റില്ല. നിനക്കൊരെണ്ണം തിരികെ കൊടുക്കാൻ വയ്യായിരുന്നോ? നിന്ന് കൊണ്ടേക്കുന്നു. അമ്മയ്ക്ക് കൊടുത്തുവിടായിരുന്നോ? അത് അവളങ്ങനെ പെട്ടെന്ന് പ്രതികരിച്ചപ്പോ ഞാൻ വല്ലാതെ ഷോക്കായി പോയില്ലേ. അന്നത്തെ ആ ഷോക്കേ എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. കൈയൊക്കെ പിടിച്ച് തിരിച്ച്, എന്നിട്ട് മദറിലോയുടെ മുമ്പില് അവളുടെ അഭിനയം കണ്ടില്ലേ? അല്ല, അമ്മ എന്തുദ്ദേശിച്ചാ ഇവിടുന്ന് ഇറങ്ങി പോവാന്ന് കരുതിയത്? ബ്രദറില്ല തടഞ്ഞില്ലായിരുന്നെങ്കിലേ എന്താവുമായിരുന്നു? ഇന്നൊരു രാത്രി കൂടി മതി അവൾക്ക് ആയുസ്. നമ്മളെ കൈവച്ചവൾ 24 മണിക്കൂർ തികയ്ക്കരുത്. അമ്മ എന്തൊക്കെയായി പറയുന്നേ? ഇനിയങ്ങോട്ട് പറച്ചിലൊന്നുമില്ല. നാളെ ഈ രാജലക്ഷ്മി ചെയ്ത് കാണിച്ചു തരാം. നാളെ ഈ നേരം ഈ വീട്ടിൽ അലമുറകൾ ഉയരും. കൂരയ്ക്ക് മീതെ ചാഞ്ഞ അത് ചന്ദനമരമാണെങ്കിലും കടക്കിലെ വെട്ടി താഴെയിടണം. അവള് ജീവിച്ചിരിക്കുന്ന അത്രയും കാലം നിനക്ക് സമാധാനം ഉണ്ടാവില്ല. നിന്റെ എല്ലാ പ്രശ്നങ്ങളും നാളത്തെ പൂജ കഴിയുമ്പോ തീരും. ഇപ്പൊ അമ്മ പറയുന്നത് പോലെ ആണെങ്കിൽ തന്നെ ശ്രീലക്ഷ്മിക്ക് പകരം നാളെ ഒരു സമയം വേറെ ആരെങ്കിലും ആ സ്ഥാനത്തേക്ക് വരില്ലേ? വരില്ല. നാളെ ശ്രീലക്ഷ്മി മരിക്കുന്നതോടെ രവിവർമ്മന് ഭാര്യ വാഴില്ലെന്ന് സ്ഥാപിക്കുക കൂടി ചെയ്യും നമ്മള്. ശ്രീലക്ഷ്മിയുടെ ജീവനെടുത്തും ബാക്കിയുള്ളവരെ മാനസികമായി തളർത്തിയും നമ്മൾ നമ്മുടെ വിജയം നേടിയെടുക്കും. ഈ വീട്ടിലെ ഓരോരുത്തരുടെയും ജാതകം നാളെ മുതൽ അങ്ങോട്ട് മാറ്റി എഴുതാൻ പോവാ ഈ രാജലക്ഷ്മി. അങ്ങനെ ഞാൻ തിരക്കിയപ്പോഴാ സംഭവം അറിയുന്നത്. ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് നാളെ വേറെ ആർക്കെങ്കിലും മനസ്സിലായാൽ അതോടെ തീരും. വയ്യാതെ കിടക്കുന്ന സുദർശന് വേണ്ടി ചെയ്തതാണെങ്കിലും സത്യം അറിയപ്പോ ആദ്യം ഡിമ്മാവുന്നത് അങ്ങേരായിരിക്കും. അയ്യോ ചേട്ടാ, ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? അതിനാ ഞങ്ങൾ വന്നത്. വർമ്മൻ വില്ലയിൽ കാഞ്ഞ ഒരു വിത്തുണ്ട്. രേഖ മാഡം കള്ളത്തരം കണ്ടുപിടിക്കാൻ മിടുമിടിക്കുക. പക്ഷേ പാവം, അവരോടും അവരുടെ അമ്മയോടും ഒന്നും ഒളിച്ചു വയ്ക്കുന്നത് അവർക്കിഷ്ടമല്ല. 2 കാര്യങ്ങളാണുള്ളത്.
ഒന്ന്, കൺമണി ശ്രീലക്ഷ്മിയെ പോലെ അഭിനയിച്ച് ഫലിപ്പിക്കണം. അതിനവളുടെ സംസാര രീതിയും എല്ലാം കൺമണി പഠിക്കണം. അത് കൃഷ്ണയെ കൊണ്ട് നമുക്ക് പഠിപ്പിക്കാം. രണ്ട്, വളരെ പ്രധാനമാണ്. അവിടുത്തെ രേഖാമേടത്തോടും അമ്മയോടും നമുക്കായിട്ട് തന്നെ ഉള്ള സത്യങ്ങൾ പറയാം. അവരോടുള്ളത് പറഞ്ഞ പിന്നെ നമ്മൾ ഒന്നും അറിയണ്ട. എല്ലാം അവര് നോയിക്കോളും. എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കും. എന്തിനായാലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ത്രിവിക്രമൻ ചേട്ടൻ പറയുന്ന പോലെ ആണെങ്കിൽ, കൺമണിക്ക് ഗുണമുള്ള കാര്യമാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഒന്ന് അവിടം വരെ ഒന്ന് പോകാം. ഈ സമയത്താവുമ്പോ വേറെ ആരും ഉണ്ടാവാൻ സാധ്യതയില്ല. എത്രയും പെട്ടെന്ന് രേഖാമേടത്തോട് കാര്യം അവതരിപ്പിച്ച അത്രയും സമാധാനമായല്ലോ. ഞാനും കൃഷ്ണയും കൂടി വരാം. അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഒരു നല്ല കാര്യത്തിനല്ലേ. കുറച്ച് ബുദ്ധിമുട്ടിയാലും സാരമില്ല. പതുക്കെ മതി കേട്ടാ, പതുക്കെ. പെട്ടെന്ന് തിന്നു തീർത്തിട്ട് ആർക്കും വേറെ ജോലിയൊന്നും ഇല്ലല്ലോ ഇവിടെ. അത് ഇന്നലെ രാത്രി ഞാൻ കണ്ടു. അല്ല, അറിയാത്തതുകൊണ്ട് ചോദിക്കാം. അവിടെ തീറ്റയും കുടിയൊന്നും ഇല്ലായിരുന്നോ? വിശപ്പ് മൂത്ത ആഹാരം കണ്ടാലേ നമ്മൾ അങ്ങനെയാ. പിന്നെ ആള് നോക്കൂല, ചുറ്റോട്ടോ നോക്കൂല. വെറുതെ ഇരുന്ന് തിന്നുന്നതും ജോലിയൊക്കെ ചെയ്തിട്ട് ആഹാരം കഴിക്കുന്നതും തമ്മിലേ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് അനുഭവിച്ചറിഞ്ഞാലേ മനസ്സിലാവും. ജോലിയോ? എന്തായിരുന്നു അവിടെ ജോലി? വീട്ടുജോലി. ഈ വീട്ടുജോലി അതാ ഞാൻ ഉദ്ദേശിച്ചത്. വിശന്നിട്ട് കണ്ണു കാണാൻ വയ്യ. ഗുഡ് മോർണിംഗ് ഏട്ടത്തി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. യമുന, അയ്യേ, ഇതേ ഉള്ളു കഴിക്കാൻ? പിന്നെ എന്താണാവോ വേണ്ടത്? പഴങ്കഞ്ഞി. പഴങ്കഞ്ഞിയോ? പഴങ്കഞ്ഞി. എന്താ അങ്ങനെ ഒരു വാക്ക് ഇതുവരെ കേട്ടിട്ടില്ലേ? കണ്ടിട്ടുമില്ലേ? ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. എന്റെ ആയിരവലി തമ്പുരാനെ. അപ്പൊ നിങ്ങളൊക്കെ എന്നും ഈ ഉണക്ക ഇഡലിയാണോ തിന്നുന്നത്? പഴങ്കഞ്ഞിയുടെ 7 അയലത്ത് വരുമോ ഇത് വല്ലതും? അതായത് ഒരു മൺചട്ടിയില് തലേ ദിവസത്തെ ചോറില് വെള്ളം ഒഴിച്ചു വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ ഇങ്ങോട്ട് എടുത്ത് ചുവന്നുള്ളിയും വേപ്പിലയും കാന്താരി മുളകും ചതച്ചെടുത്ത് അതിലോട്ടിട്ടിട്ട് കപ്പ വേവിച്ചതുണ്ടെങ്കിൽ അതും, തലേ ദിവസത്തെ മീൻകറി ഉണ്ടെങ്കിൽ അതും ചേർത്ത് അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് ഉപ്പും ഇട്ട് ഇങ്ങനെ കുഴച്ച് കുഴച്ച് കുഴച്ച്. മതി മതി കുഴച്ചത്. സത്യം പറഞ്ഞ ഇതിപ്പോ കിട്ടിയില്ലായിരുന്നെങ്കിലേ നമ്മുടെ കഥ കഴിഞ്ഞാന്.
താങ്ക് യു ആശാനെ. വല്ല ആശാനെ, ഈ പട്ടിണി പോലത്തെ അന്ധവിശ്വാസങ്ങൾ വേറെ എന്തൊക്കെയുണ്ട്? അന്ധവിശ്വാസമല്ല, വിശ്വാസമാണ്. ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഈ നരബലിയൊന്നും ഇല്ലല്ലോ അല്ലേ? നിങ്ങളുടെ ശ്രീലക്ഷ്മി എങ്ങനെയായിരുന്നു? തീർത്ത ഉപവാസം ഇരിക്കോ അതോ ഇതുപോലെ ആശാൻ ഒളിച്ച് ആഹാരം കൊണ്ടേ കൊടുക്കുമായിരുന്നോ? വിശ്വാസം എന്ന 3 അക്ഷരമാണ് ശ്രീലക്ഷ്മിയുടെ ജീവിതം തന്നെ. ഞാനും ഞങ്ങളുടെ പ്രേമവും ഈശ്വരനും അവൾക്ക് ഒരുപോലെയായിരുന്നു. ഇത് 3ലും ശ്രീലക്ഷ്മി അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. ആശാൻ വേണമെങ്കിൽ ഒരെണ്ണെടുത്ത് കഴിച്ചോ, നമ്മൾ അവരോട് പറയാനൊന്നും പോകുന്നില്ല. വിശ്വാസം എനിക്കും ശ്രീലക്ഷ്മിക്കും ഒരുപോലെ. അവൾ വിശ്വസിക്കുന്നതിലൊക്കെ ഞാനും വിശ്വസിക്കുന്നു. ആ അതൊക്കെ ആശാന്റെ ഇഷ്ടം. ഓരോരോ വട്ടുകള്. നമ്മൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ല, നമുക്കിവിടെ സമയാസമയം ആഹാരം ഉറക്കമൊക്കെ കിട്ടുന്നുണ്ട്. ദേവിയച്ചിയും കണ്ണനും വല്ലതും കഴിച്ചാവോ? അതിൽ താൻ ടെൻഷൻ ആവണ്ട. അവിടെ ഒരു കുറവ് അവർക്കുണ്ടാവില്ല. അതൊക്കെ നമുക്കറിയാം. എങ്കിലും ഒരു സമാധാനത്തിന് ഒന്ന് വിളിച്ചത് ആശാനെ. ഇന്നൊരു രാത്രി കൂടി മതി അവൾക്ക് ആയുസ്. നാളെ ഈ നേരം ഈ വീട്ടിൽ അലമുറകൾ ഉയരും. ഈ വീട്ടിലെ ഓരോരുത്തരുടെയും ജാതകം നാളെ മുതൽ അങ്ങോട്ട് മാറ്റി എഴുതാൻ പോവാ ഈ രാജലക്ഷ്മി. അതിനെക്കുറിച്ച് എന്റെ ഒരു കൂട്ടുകാരി പറഞ്ഞതനുസരിച്ചാ ഞാൻ വന്നത്. ഇവിടെ അങ്ങനെ ഒന്നില്ല. പറഞ്ഞയാൾ നിങ്ങളെ കബളിപ്പിച്ചതാവും. നിങ്ങൾക്ക് മടങ്ങാം. അയ്യോ സ്വാമി, അങ്ങനെ പറയരുത്. ഒരു കുഴപ്പമുണ്ടാവാതെ ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങളോട് പറഞ്ഞയാള് പറഞ്ഞു അത്രയും വിശ്വാസമുള്ള ആൾക്കെ സ്വാമി അത് കൊടുക്കൂ എന്ന്. സ്വാമിക്ക് ഞങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കാം. അതെ സ്വാമി, തീരെ നിവൃത്തിയില്ലാഞ്ഞിട്ടാ ഞങ്ങൾ ഇതിനിറങ്ങി പുറപ്പെട്ടത്. പല വഴികളും നോക്കി, അവസാന വഴിയാ. സ്വാമി ഒന്ന് കനിയണം. ഇരു ചെവി അറിയാതെ ഞങ്ങൾ ഇത് ചെയ്തോളാം, ഉറപ്പ്. ₹1,00,000 രൂപയുണ്ട്. ഒരു കാണിക്കയായിട്ട് കണ്ടാ മതി. നിങ്ങൾ പറഞ്ഞ പൊരുളിന് ഇതല്ല വില. പിന്നെ ഒരു കുപ്പിക്ക് 5 ലക്ഷം രൂപ വരും. $5 ലക്ഷമോ? ഇത് നിങ്ങൾക്ക് താങ്ങുന്നതല്ല. ഭൂമിയിലെ ഏറ്റവും വിഷമുള്ള ജീവികളായ സ്വർണവിഷ തവളകളിൽ നിന്ന് ശേഖരിക്കുന്ന വിഷം നീലകണ്ഠന്റെ കണ്ഠത്തിലിരിക്കുന്ന ഹലാഹല വിഷത്തിന് സമമാണ്.
ഒന്നോ രണ്ടോ തുള്ളികൾ കൊണ്ടും നമ്മുടെ ഈ പൂജകൾ കൊണ്ടും ഒരു മനുഷ്യന്റെ എല്ലാ ജീവനാഡികളും നിലയ്ക്കുകയും ഹൃദയസ്തംഭനം ഉണ്ടാവുകയും ചെയ്യും. ഒരു തെളിവുകളും അവശേഷിക്കാതെ മരണപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ 15 ലക്ഷം രൂപയ്ക്ക് വരെ ഇത് വാങ്ങാൻ ആളുണ്ട് എന്നതാണ് സത്യം. വിഷത്തിന്റെ ശക്തിയും എന്റെ ആഭിചാര കർമ്മവും കൂടി ആകുമ്പോ കാര്യസിദ്ധി ഉറപ്പ്. ഈ പണവും എടുത്ത് നിങ്ങൾക്ക് മടങ്ങാം. സ്വാമി, വേറൊന്നും കരുതരുത്. പൈസയായിട്ട് ഞങ്ങളുടെ കൈവശം ഇപ്പൊ ഇല്ല. ഇനി ബാങ്കിൽ ചെന്ന് പൈസയൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും താമസിക്കും. അതെ, ഇന്ന് നടന്നില്ലെങ്കിൽ പിന്നെ നടക്കാൻ ഒരു സാധ്യതയുമില്ല. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ ആ അപകടത്തോടെ കഴിഞ്ഞു. അതിലിനി പേടി വേണ്ട. ആ മുറിക്കകത്തിരിക്കുന്ന ഫോട്ടോയ്ക്ക് നല്ല വെയിറ്റ് ആണമ്മേ. അത് ചിലപ്പോ ശ്രീലക്ഷ്മിയെ കൊണ്ട് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുന്ന വരില്ല. എങ്ങനെ നമ്മളെ കൊണ്ട് പറ്റില്ലെന്നാ? നിസ്സാര ഒരു ഫോട്ടോ അല്ലേ, അതൊരു 100 കിലോ തൂക്കമൊന്നുമില്ലല്ലോ. അമ്മേ, അമ്മക്കിപ്പോ എന്താ വേണ്ടത്? പൂജ നടത്താൻ ആ ഫോട്ടോ വേണം, അത്രയല്ലേ ഉള്ളൂ. അമ്മ ധൈര്യമായിട്ട് താഴേക്ക് വിട്ടോ. നമ്മള് ഫോട്ടോയും കൊണ്ട് ദാ വരണം. ആര് കൊണ്ടുവന്നാലും ഫോട്ടോ പൂജ സ്ഥലത്ത് എത്തണം. എനിക്ക് അത്രയേ ഉള്ളൂ. എന്താ ആശാന്റെ പ്രശ്നം? നന്ദിനി ഭാര്യയാണെന്നുള്ള കഥ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞില്ലേ? അവര് മരിച്ചുപോയിന്ന് നമ്മളോട് പറഞ്ഞു. അല്ല, ആശൻ എന്തേ ആലോചിക്കുന്നേ? ഇനി അധികം സംസാരം എന്തിന്? ആശൻ ആ മുറിയുടെ താക്കോലിങ്ങി തന്നെ. ആ താക്കോല് താ ആശാനെ. താൻ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും, നമുക്ക് ഒരുമിച്ച് പോവാം. അപ്പോഴേക്കും പൂജ ലേറ്റ് ആവില്ലേ? ഓ ആശാനെ, എന്താ ആശാന്റെ മുഖം മാറിയിരിക്കുന്നത്? നമ്മൾ ആ മുറി കയറുന്നത് ആശാൻ ഇഷ്ടമല്ലേ? അതോ ആ മുറിയിൽ നമ്മളോട് പറയാത്ത എന്തേലും ഉണ്ടോ? വല്ല സ്വർണ്ണോ പൈസയോ വല്ലതും? അത് നമ്മൾ അടിച്ചു മാറ്റുന്ന കരുതിയാണോ ആശാൻ താക്കോല് തരാത്തെ? ആശാനെ, സത്യം പറഞ്ഞ പൈസക്ക് നല്ല അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞ നമ്മള് മോഷ്ടിക്കൂല. അതൊന്നും അല്ല ശ്രീലക്ഷ്മി. താൻ മുമ്പ് അവിടെ കയറിയപ്പോ ആശാൻ ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. ആശാൻ താക്കോല് തരുന്നു, നമ്മൾ ആ മുറി തുറന്ന് അവിടുത്തെ ഒരു സാധനങ്ങളിലും തൊടാതെ ഫോട്ടോ മാത്രം എടുത്ത് അതേപോലെ കതക് പൂട്ടി താക്കോല് തിരിച്ചു തരും. ഇങ്ങോട്ട് വന്നപ്പോഴേ ആ മുറിയിലൊന്ന് കേറണമെന്ന് കരുതിയതാ. ചുമ്മാ ഒരു ആകാംക്ഷ. സത്യം പറയും, ആശാൻ എന്നെ വിശ്വാസം ഇല്ലേ? ഒന്നോ രണ്ടോ തുള്ളികൾ കൊണ്ടും നമ്മുടെ ഈ പൂജകൾ കൊണ്ടും ഒരു മനുഷ്യന്റെ എല്ലാ ജീവനാഡികളും നിലയ്ക്കുകയും ഹൃദയസ്തംഭനം ഉണ്ടാവുകയും ചെയ്യും. ഒരു തെളിവുകളും അവശേഷിക്കാതെ മരണപ്പെടുകയും ചെയ്യും. ആത്മശുദ്ധീകരണത്തിനും പാപനശീകരണത്തിനും മാത്രം ഉതകുന്ന പുണ്യജലം. അതിലേക്ക് ചന്ദ്രഗിരി ചന്ദ്രചൂഡ സ്വാമിയുടെ ഉഗ്രവിഷത്തുള്ളികൾ.
പൂജയുടെ അവസാനം ശ്രീലക്ഷ്മി ഈ പുണ്യതീർത്ഥം കുടിക്കുന്നതോടെ ഉദകക്രിയയുടെ ആരംഭമാവും. ശ്രീലക്ഷ്മി എന്ന നാമധേയത്തിൽ അകാല മൃത്യു സംഭവിച്ച പെൺകുട്ടിയുടെ ആത്മാവിന് മോക്ഷം കിട്ടാനുള്ള കർമ്മപൂജ. നിന്റെയും കുടുംബത്തിന്റെയും മുന്നോട്ടുള്ള സുഗമമായ ജീവിതത്തിന് നമ്മൾ കണ്ടെത്തിയ സുഗമമായ മാർഗം. ശ്രീലക്ഷ്മി. പലപ്പോഴും മരണം ഇങ്ങനെ തൊട്ടരികെ എത്തിയിട്ടും അവള് രക്ഷപ്പെട്ടു വന്നു. പക്ഷേ ഇതങ്ങനെയല്ല. അറിഞ്ഞുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും എന്നെ തൊട്ടാൽ പൊള്ളും എന്നവളുടെ ആത്മാവിന് ഞാൻ അറിയിച്ചു കൊടുക്കും. എല്ലാം കഴിഞ്ഞ് സൗകര്യം പോലെ ഒരു യാത്ര പോണം നമുക്ക്. എന്താ രാജലക്ഷ്മി, എന്തെങ്കിലും പ്രത്യേകമായി പൂജിക്കാനുണ്ടോ? അങ്ങനെയൊന്നുമില്ല ഗായത്രിയമ്മേ. മോൾക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും വേണ്ടി കുറച്ച് ഭസ്മം പൂജിച്ചെടുക്കാന്ന് കരുതി. കൂട്ടത്തിൽ അല്പം ഗംഗാജലവും. ഈ കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടിയല്ലേ ഇങ്ങനൊരു പൂജ നടത്തുന്നത്? അതിനിടയ്ക്ക് ഒരു വേർതിരിവ് വേണോ രാജലക്ഷ്മി? പുറത്തുനിന്ന് ആ സുദർശനും സരോജവും ഒക്കെ വരുന്നതല്ലേ. എല്ലാരും തൊട്ട് അശുദ്ധമാക്കുന്നതിന് മുൻപ്. അല്ല, അന്തസ്സുള്ളവരായിട്ട് നമ്മൾ മാത്രല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഈ പൂജ ഞാൻ ഏർപ്പാടാക്കിയത് അന്തസ് കൂട്ടാനല്ല. എന്റെ മക്കൾക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയാ. സുദർശനും സരോജവും അന്തസ്സില്ലാത്ത ആൾക്കാരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ രാജലക്ഷ്മി സ്വന്തം അന്തസ്സിനെ കുറിച്ച് ഒന്നോടൊന്ന് ചിന്തിച്ചു നോക്കുന്നത് നന്നായിരിക്കും. എന്റെ ഈ കുടുംബത്തിന്റെ അന്തസ്സിന് ഇപ്പൊ ഒരു കുഴപ്പമില്ല. എല്ലാവരും കൂടി അത് കളയാതിരുന്നാ മതി. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ഇതൊന്നും വേണ്ടാന്ന്. നമ്മൾ നല്ലതിനായിട്ട് ചെയ്യുന്നതൊന്നും മാത്രമല്ലോയ്ക്ക് ഇഷ്ടമാവില്ല. ഇഷ്ടത്തിന്റെ ഇഷ്ടക്കേടിന്റെയും കാര്യമല്ല രേഖ ഇത്. ഈശ്വര വിശ്വാസത്തിനും അന്തസ് വേണമെന്ന് നിന്റെ അമ്മ പറഞ്ഞതിനുള്ള മറുപടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ആരോ പുറത്തുനിന്ന് വരുന്നു പറഞ്ഞല്ലോ. ആ വരുന്നത് അന്യരാരുമല്ല, സുദർശനും സരോജവും ഈ വീട്ടിലെ അംഗങ്ങൾ തന്നെയാ. ശ്രീലക്ഷ്മിയുടെ അമ്മ സരോജത്തിനുള്ള അതേ അവകാശമേ ഉള്ളൂ രേഖയുടെ അമ്മ രാജലക്ഷ്മിക്കും. അത് മറക്കണ്ട. നീ തല താഴ്ത്തി ഇപ്പൊ നിന്നോ. എന്നാലേ ഈ പൂജ കഴിയുമ്പോ നിനക്ക് തലയുയർത്തി നിൽക്കാൻ പറ്റൂ. തിരുമേനി, ഒരപേക്ഷ കൂടിയുണ്ട്. പൂജക്കിടയില് ഈ ഭസ്മം ശ്രീലക്ഷ്മിയുടെയും രവിയുടെയും നെറ്റിയിലിടണം. അവര് രണ്ടുപേർക്കും ഒരാപത്തും ഉണ്ടാവാതിരിക്കാനും ദീർഘായുസിനും വേണ്ടി ഞങ്ങൾ പൂജിച്ചു വാങ്ങിയ ഭസ്മോ ഇത്. ആയിക്കോട്ടെ. നല്ലതിനു വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്ന എനിക്കും എന്റെ മോൾക്കും പുല്ലുവിലയാ. ശ്രീലക്ഷ്മി മോളെ, സുദർശനും സരോജവും നിൽക്കുന്നത് നീ കണ്ടില്ലേ? ഓ, പറയുന്ന പോലെ ഇതാണല്ലോ എന്റെ അച്ഛനും അമ്മയും. അച്ഛനെപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ മോളെ. സുഖാണോ അമ്മേ? ആ സുഖം. മോൾക്കോ? നമുക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല, അച്ഛൻ ഗുളിയും മരുന്നൊക്കെ മുടങ്ങാതെ കഴിക്കുന്നുണ്ടോ? ഒന്നിനൊരു കുറവും വരുത്തരുത്. അതിനാ നമ്മൾ ഇങ്ങോട്ട് വന്നത്. എല്ലാം ഒന്ന് റെഡി ആക്കിയിട്ട് വേണം നമുക്ക് തിരിച്ചു പോവാൻ.
പോകാനോ? എങ്ങോട്ട്? ആ ആ മോളെ, നീ ഇവിടെ വെറുതെ നിന്ന് സമയം കളയാതെ പോയി റെഡിയാകാൻ നോക്ക്. ശരി അമ്മേ. ആ അതെ, നിങ്ങൾ രണ്ടുപേരും രാവിലെ എന്തേലും കഴിച്ചോ? എവിടുന്ന്? ഇങ്ങോട്ട് വരാനുള്ള ധൃതിയല്ലായിരുന്നോ? വരുന്ന വഴിക്ക് ആ നിശ്ചയ വീട്ടീന്ന് ഓരോ ചായ കുടിച്ചു, അത്ര തന്നെ. ആ ഞാൻ രാവിലെ എഴുന്നേറ്റ് കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ അവിടെ തന്നെ ഇരിപ്പുണ്ട്. എങ്കി പോയി കഴിക്കേ. നല്ല പതുപതുത്ത ഇഡലിയും നല്ല അടിപൊളി സാമ്പാറും ഉണ്ട്. സാമ്പാറിന് കുറച്ച് എരിവ് കുറവാണെന്നേ ഉള്ളൂ. പക്ഷെ യമുനയും സുകന്യയും നല്ല കിടുക്കനായിട്ട് സാമ്പാർ വെച്ചിട്ടുണ്ട്. അത് ശ്രീലക്ഷ്മിക്ക് എങ്ങനെ അറിയാം? ഇന്ന് ശ്രീലക്ഷ്മി ഉപവാസത്തിലല്ലേ? ശരിയാണല്ലോ, ഒന്നും കഴിക്കാതിരിക്കുന്നതിനല്ലേ ഉപവാസം എന്ന് പറയുന്നത്. അതോ ഇനി രഹസ്യമായിട്ട് വല്ലതും കഴിച്ചോ? നമ്മളൊന്നും കഴിച്ചില്ല. ആ നിങ്ങൾ രണ്ടാളും ഇരുന്ന് വെട്ടി വിഴുങ്ങുന്ന കണ്ടപ്പോ മനസ്സിലായ കാര്യ നമ്മൾ പറഞ്ഞത്. ആ പൂജാ ദിവസം ഉറപ്പായും ഉപവാസം എടുക്കണമെന്നും നമ്മുടെ അമ്മ കൊച്ചിലേ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലേ അമ്മേ? ആ ഈശ്വരനെ പറഞ്ഞ് നമ്മളൊന്നും ചെയ്യൂല. മോള് ചെല്ലേ. നിങ്ങൾ കഴിക്കുമ്പോഴേക്കും നമ്മൾ വേഷം മാറി വേഗം വരാം. നിങ്ങൾ അങ്ങോട്ട് മാറി നിന്നേ. ഞങ്ങൾ ആദ്യം പോയി എല്ലാവരോടും ഈ കാര്യം ഒന്ന് സൂചിപ്പിച്ചിട്ട് വരാം, കേട്ടോ? വാ ചേച്ചി. ആശാൻ ഇതൊക്കെ എങ്ങനെ പഠിച്ച്? അമ്മ ആലോചിച്ച് വേണം ഓരോന്ന് ചെയ്യാൻ. ദേ, ഇയാളെ വിശ്വസിക്കാൻ പറ്റില്ല. ഇതെങ്ങാനും ഫേക്ക് ആണെങ്കിൽ തന്നെ ഞാൻ കൊല്ലും, കേട്ടോ? എന്റെ പൊന്നു മാഡം, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും മാഡത്തിന് വിശ്വാസമായില്ലേ? വിശ്വാസമായി. എന്റെ മോൾക്ക് വിശ്വാസമായില്ലെങ്കിലും എനിക്ക് വിശ്വാസമായി. വന്നു കയറിയ ശ്രീലക്ഷ്മിയുടെ സംസാരത്തിന് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടായിന്ന് നീയും ഞാനും ഉൾപ്പെടെ എല്ലാവരും വിശ്വസിക്കുകയല്ലേ? സംസാരത്തിനും ചെയ്തികൾക്കും മാത്രമല്ല, ശ്രീലക്ഷ്മിക്ക് മാറ്റമുണ്ട്. പഴയ ശ്രീലക്ഷ്മിയെയും പുതിയ ശ്രീലക്ഷ്മിയെയും താരതമ്യപ്പെടുത്തി നോക്കിയ നിനക്കത് മനസ്സിലാകും. ഇന്ന് ശ്രീലക്ഷ്മിക്ക് വേണ്ടി നടക്കാൻ പോകുന്നത് ദീർഘസുമംഗലയായിരിക്കാനുള്ള പൂജയല്ല. ഈ കുടുംബത്തിൽ നിന്ന്, ഈ വീട്ടിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ച് മഹാപുണ്യാഹം നടത്തുന്ന പൂജയാ. അതുവഴി അതെല്ലാം കണ്ട് ഹൃദയം പൊട്ടി മരിക്കുന്ന സുദർശന്റെ നരബലി. എപ്പോഴും എൻ്റെ അടുത്തുണ്ടെങ്കിൽ നീ ഇതിലും ഭംഗിയായിരിക്കും. രവിയുടെ ശ്രീലക്ഷ്മിയായി എപ്പോഴും എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായാൽ മതി. ഉണ്ടാവും. എൻ്റെ മനസ്സത് പറയുന്നുണ്ട്.